ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ട്രോബെറി മിൽക്ക് ഷേക്കിന് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ സ്ട്രോബെറി, കുറച്ച് മിൽക്ക്, കുറച്ച് ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതുണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രോബെറി ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഉണ്ടോ, സ്ട്രോബെറി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ എനിക്കൊന്നൊരു 2 ടീസ്പൂണിൽ കൂടുതലുണ്ട് കേട്ടോ. ഷുഗർ ഇട്ടിട്ട് നമുക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചൊന്നത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, ഈ ബ്ലെൻഡറിലോട്ട് ഇടാൻ പോവാം. ഓക്കെ, ഞാൻ 2 കപ്പ് മിൽക്ക് എടുത്ത് വെച്ചു. ഇത് എനിക്കൊന്ന് 2 കപ്പ് ഉണ്ട് സ്ട്രോബെറി. ഓക്കെ, ഞാൻ 4 കപ്പ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനാണ്. ഓക്കെ, അപ്പം ഞാൻ 2 കപ്പ് സ്ട്രോബെറി ഇതേ അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഒരു നോക്കട്ടെ, 1 കപ്പ് വോൾ മിൽക്ക് ഓക്കെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഐസ്ക്രീം സ്കൂപ്പ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. 4 കപ്പ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുക, സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. അതിന് വേണ്ടിയിട്ടൊരു 1 2 3 4.5 സ്കൂപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ തിക്ക് വേണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുറച്ചുകൂടി മിൽക്കൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ബാക്കിയും കൂടെ മിൽക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഒത്തിരി ലൂസാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഐസ്ക്രീമും കൂടി ഇട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടോ ഇത് മതി. നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് കുടിച്ചു നോക്കല്ലേ. 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുത്തൊക്കെ തിക്കാവണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോക്കുക. ഓക്കെ, കൂടുതൽ വെള്ളം പോലെ ആവണമെങ്കിൽ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അതല്ലെങ്കിൽ മിൽക്ക് തിക്കായിട്ട് വേണമെങ്കിൽ മിൽക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കുക. ഓക്കെ, ഇപ്പോൾ കുറച്ച് ഐസ്ക്രീമും ഇച്ചിരി ഷുഗറൂടെ ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് നമുക്കിനി ഈ മിൽക്ക് ഷേക്കിനകത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇങ്ങനെ ഗ്ലാസ്സിലോട്ട് പകർന്ന് വെച്ചിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഐസ്ക്രീമോ വിപ്പ് ക്രീം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. കുറച്ച് ഐസ്ക്രീം എൻ്റെ പുറത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതില്ലേ ഹെവി ക്രീം അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് സ്ട്രോബെറി ഇങ്ങനെ നടുക്കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ടേ സ്ട്രോബെറിയൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ അടിപൊളി സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഈസ് റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.